നമസ്കാരം, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നോക്കുന്നത് 10th പ്രിലിംസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള SCRT ഫാക്റ്റ് ആണ്. അതായത് കഴിഞ്ഞ പ്രിലിംസിൽ PSC ചോദിച്ചിട്ടുണ്ടായിരുന്ന ചാപ്റ്റേഴ്സ്, അതേ ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കേരളക്കരയിൽ അല്ല കേരളം മണ്ണും മനുഷ്യനും നവകേരള സൃഷ്ടിക്കായിട്ട് ഈ ചാപ്റ്ററിൽ നിന്നായിട്ട് ഏകദേശം ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: തെക്ക് തമിഴ്നാട് മുതൽ ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിര ഏതാണ്? തെക്ക് തമിഴ്നാട് മുതൽ ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിര ഏതാ? ഓപ്ഷൻ എ ആണ്, പശ്ചിമഘട്ടമാണ്. രണ്ടാമത്തെ ചോദ്യം: വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങളുടെ ആവാസ കേന്ദ്രം ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങളുടെ ആവാസ കേന്ദ്രം ഏതാ? ഓപ്ഷൻ ബി ആണ്, സൈലന്റ് വാലിയാണ്. മൂന്നാമത്തെ ചോദ്യം: കേരളത്തിലെ ഇടവപ്പാതി കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തില് ഇടവപ്പാതി കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്ന മൺസൂൺ ഏതാ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. നാലാമത്തെ ചോദ്യം: കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തില് കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാ? കിഴക്കോട്ട് 3 നദികളാണ് ഒഴുകുന്നത് അല്ലെ. 41 നദികൾ എങ്ങോട്ട് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് 3. അഞ്ചാമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? പെരിയാർ നദി. ആറാമത്തെ ചോദ്യം: സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ജില്ല നമുക്കറിയാം, പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഏഴാമത്തെ ചോദ്യം: സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഭൂപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമാണെങ്കിൽ ഏതായിരിക്കും? അത് മലനാടാണ് അല്ലെ. ഓപ്ഷൻ എ ആണ്, മലനാടാണ്. എട്ടാമത്തെ ചോദ്യം: സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്ററിൽ കൂടുതൽ ഉയരമില്ലാത്ത ഭൂപ്രദേശം ഏതാ? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്ററിൽ കൂടുതൽ ഉയരമില്ലാത്ത ഭൂപ്രദേശം ഏതായിരിക്കും? അത് തീരപ്രദേശമാണ്. ഓപ്ഷൻ സി, തീരപ്രദേശമാണ്. അപ്പോൾ പഠിച്ചു വെക്കുക. 0 to 7.5 മീറ്റർ, 0 മുതൽ 7.5 മീറ്റർ വരെയാണെങ്കിൽ ഏതാ? തീരപ്രദേശമാണ്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ചോദിക്കുന്നെങ്കിൽ ഏതാ? അത് ഇടനാടാണ്. 75 മീറ്ററിൽ കൂടുതലാണെങ്കിൽ ഏതാ? അത് മലനാടാണ്. അപ്പം 75 മീറ്ററിൽ കൂടുതലാണെങ്കിൽ മലനാടും, 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണെങ്കിൽ ഏതാ? അത് ഇടനാട്. 7.5 മീറ്റർ വരെയാണെങ്കിൽ ഏതാ? തീരപ്രദേശമാണ്. ഒൻപതാമത്തെ ചോദ്യം: കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണമാണ് എത്ര? 41 നദികളാണ്. പത്താമത്തെ ചോദ്യം: കേരളത്തിലെ വിളയിറക്ക് ആഘോഷം ഏതാണ്? കേരളത്തിലെ വിളയിറക്ക് ആഘോഷമാണ് ഏത്? ഓപ്ഷൻ ഡി ആണ്, വിഷു ആണ് അല്ലെ. വിഷു ആണ്. 11ാമത്തെ ചോദ്യം: തമിഴ്നാട്ടിലെ പെരുമാൾ മുടിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഭവാനി പുഴയിൽ പതിക്കുന്ന പുഴ ഏതാണ്? തമിഴ്നാട്ടിലെ പെരുമാൾ മുടിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഭവാനി പുഴയിൽ പതിക്കുന്ന നദിയാണ് ഏത്? ഓപ്ഷൻ ഡി ആണ്, കൊടുങ്ങരപ്പള്ളം പുഴയാണ്. ഓപ്ഷൻ ബി ആണ്, കൊടുങ്ങരപ്പള്ളം പുഴയാണ്. 12ാമത്തെ ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമാണ് ഓപ്ഷൻ ഡി, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. 13ാമത്തെ ചോദ്യം: വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന പേരെന്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? തുലാവർഷം ഉണ്ടോ? കേരളത്തിൽ അറിയപ്പെടുന്നതാണ് ഇത്, തുലാവർഷം. 14ാമത്തെ ചോദ്യം: കേരളത്തിലെ ദേശീയ ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ ഡാഷുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷമാണ്. ഓണം എന്തുമായി ബന്ധപ്പെട്ടതാ? വിളവെടുപ്പോണമാണ്. വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവമാണ് ഏത്? നമ്മുടെ ഓണം എന്ന് പറയുന്നത്. വിളയിറക്കലാണെങ്കിൽ ഏതാ? വിഷു ആണ്. ഇനി 15ാമത്തെ ചോദ്യം: മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥ എന്തിനൊക്കെ അനുയോജ്യമാണ്? മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥ തന്നിരിക്കുന്ന വിളകളിൽ ഏതൊക്കെ അനുയോജ്യമാണ്? കുരുമുളകിന് അനുയോജ്യമാണ്, ഏലത്തിന് അനുയോജ്യമാണ്, തേയിലക്കും അനുയോജ്യമാണ്. 3 വിളകൾക്കും എന്താണ്? നമ്മുടെ മലനാട്ടിലേക്കുള്ള തണുപ്പ് അനുയോജ്യമാണ്. ഇനി 16ാമത്തെ ചോദ്യം: ഇടനാട്ടിലെ കൃഷികൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഇടനാട്ടിലെ കൃഷികൾ ഏതൊക്കെയാണ്? കമുകുണ്ട്, മരച്ചീനിയുണ്ട്, റബ്ബറുണ്ട്, കാപ്പിയുണ്ട്, വാഴ, ചേന, ചേമ്പ്, നെല്ല്. ഇതിൽ ഏതൊക്കെയാണ് ഇടനാട്ടിലെ പ്രധാനപ്പെട്ട കൃഷികൾ? ഏതൊക്കെയാ?
ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഇതൊക്കെ എന്താണ്? ഇടനാട്ടിലെ പ്രധാനപ്പെട്ട കൃഷികളാണ്. ഓർത്തു വെക്കുക. ഇടനാട്ടിലേക്ക് തന്നിരിക്കുന്നതിൽ ഇടനാട്ടിലെ കൃഷികൾ കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ ഏതൊക്കെ എഴുതണം? കമുക്, മരച്ചീനി, റബ്ബർ, കാപ്പി, വാഴ, ചേന, ചേമ്പ്, നെല്ലൊക്കെ എന്താണ്? ഇടനാട്ടിലെ പ്രധാനപ്പെട്ട കൃഷികളാണ്. 17ാമത്തെ ചോദ്യം, ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഓപ്ഷൻ എ ആണ്, കൊല്ലം ജില്ലയിലാണ്. 18ാമത്തെ ചോദ്യം, ജൂൺ മാസത്തിൽ കേരളത്തിൽ തുടങ്ങുന്ന മഴക്കാലം ഏതാ? ജൂൺ മാസത്തിൽ കേരളത്തിൽ തുടങ്ങുന്ന മഴക്കാലം ഏതാ? ഓപ്ഷൻ എ ആണ്, ഇടവപ്പാതിയാണ്. 19ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത്? ശാസ്താംകോട്ട തടാകം. 20ാമത്തെ ചോദ്യം, കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നത്? കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തടാകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. 21ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ഏത്? വേമ്പനാട്ട് കായൽ അല്ലെ? ഓപ്ഷൻ ബി ആണ്, വേമ്പനാട്ട് കായലാണ്. 22ാമത്തെ ചോദ്യം, വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് താഴെ പറയുന്നതിൽ ഏതൊക്കെ ജില്ലകളിലാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലെന്ന് നമ്മൾ പഠിച്ചു. ആ കായൽ ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? എറണാകുളം ഉണ്ട്, കോട്ടയമുണ്ട്, ആലപ്പുഴയുണ്ട്. ഈ 3 ജില്ലകളിലും എന്തുണ്ട്? നമ്മുടെ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ഇവയൊക്കെ. അതായത് എറണാകുളം, കോട്ടയം, ആലപ്പുഴ ഈ 3 ജില്ലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. 23ാമത്തെ ചോദ്യം, കേരളത്തിൽ വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നത്? കേരളത്തിൽ വൈകുന്നേരങ്ങളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയുള്ള ശക്തമായ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, തുലാവർഷം എന്നാണ്. 24ാമത്തെ ചോദ്യം, കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാ? ഓപ്ഷൻ സി ആണ്, കായലുകൾ എന്നാണ്. 25ാമത്തെ ചോദ്യം, കൊടുങ്ങരപ്പള്ളം പുഴയുടെ നാശത്തിന് വഴിതെളിയിച്ച സംഭവം എന്താണ്? കൊടുങ്ങരപ്പള്ളം പുഴയുടെ നാശത്തിന് വഴിതെളിയിച്ച സംഭവം എന്താ? ഓപ്ഷൻ ബി ആണ്, വനനശീകരണമായിരുന്നു. ഓപ്ഷൻ ബി ആണ്, വനനശീകരണമായിരുന്നു. 26ാമത്തെ ചോദ്യം, ഒരു 4 പ്രസ്താവന വന്നിട്ടുണ്ട്. ഈ 4 പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്താ? ചിവീടുകൾ അപൂർവമായത് കൊണ്ടാണ് ഈ പ്രദേശത്തെ സൈലന്റ് വാലി അല്ലെങ്കിൽ നിശബ്ദ താഴ്വര എന്ന് പറയുന്നത്. അപ്പോൾ സൈലന്റ് വാലിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. സൈലന്റ് വാലി എന്ന് പേര് വരാൻ കാരണം ചിവീടുകൾ അപൂർവമായത് കൊണ്ടാണ് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന. ശരിയാണോ? അത് ശരിയാണ് അല്ലെ? അപൂർവമായത് കൊണ്ടാണ്, ചിവീടുകൾ അപൂർവമായത് കൊണ്ടാണ് സൈലന്റ് വാലി എന്തെന്ന് പറയുന്നത്? നിശബ്ദ താഴ്വര അല്ലെങ്കിൽ സൈലന്റ് വാലി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ സംരക്ഷണ മേഖലയാണ് സൈലന്റ് വാലി. അതും ശരിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാല കുരങ്ങുകളെ കാണപ്പെടുന്നത് എവിടെയാ? സൈലന്റ് വാലിയിലാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് ഏത്? സൈലന്റ് വാലി. അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നാലാമത്തെ പ്രസ്താവന, പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരാണ് തീരപ്രദേശം. അതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം എ, ബി, സി ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 27ാമത്തെ ചോദ്യം, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് ഏത്? സൈലന്റ് വാലി. 28ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരെന്താ? പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരാണെന്ത്? സഹ്യപർവ്വത നിര എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ്, സഹ്യപർവ്വത നിര. പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരാണ് സഹ്യപർവ്വത നിര. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നമ്മൾ പറഞ്ഞതായിരുന്നു ഏതാ? പെരിയാർ നദിയാണ്. എത്ര കിലോമീറ്റർ? 244 കിലോമീറ്റർ ആണ്. 30ാമത്തെ ചോദ്യം, തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ ഏതെന്ന് പറയുന്നത്? മലനാട് എന്ന് പറയുന്നത് കേട്ടോ. ഏതാ? മലനാട്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ എന്തെന്ന് പറയുന്നത്? മലനാട് എന്ന് പറയുന്നത്. അപ്പൊ മലനാടിൽ ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ടമുണ്ട്. 31ാമത്തെ ചോദ്യം, മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിന്റെ ഭൂരിഭാഗവും, മലനാട് എന്ന ഭൂപ്രകൃതി വിഭാഗത്തിന്റെ ഭൂരിഭാഗവും എന്താണ്? വനങ്ങളാണ്. ഓപ്ഷൻ എ, വനങ്ങളാണ്. 32ാമത്തെ ചോദ്യം, 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് അതിന്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്?
കാൽനൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഏതാ? കൊടുങ്ങരപ്പള്ളം പുഴയാട്ടോ. ഓപ്ഷൻ സി ആണ്, കൊടുങ്ങരപ്പള്ളം പുഴയാണ്. 33ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്? കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടുന്ന? മലനാട്ടിൽ നിന്നാണ് അല്ലെ. ഓപ്ഷൻ സി ആണ്, മലനാട്ടിൽ നിന്നാണ്. 34ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ കിഴക്കോട്ടൊഴുകുന്നത്? കബനി ഉണ്ട്, ഭവാനി ഉണ്ട്, പാമ്പാർ ഉണ്ട് അല്ലെ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണുള്ളത്. അതേതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. 35ാമത്തെ ചോദ്യം, കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏതാ? ഗോവയാണ് അല്ലെ. ഗോവയാണ്. കർണാടകയും തമിഴ്നാടുമായിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ കേരളവും കർണാടകവും മാത്രമേ ഉള്ളൂ കേട്ടോ. 36, ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ട് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഏതാ? ഓപ്ഷൻ എ ആണ്, നമ്മുടെ കേരളമാണ്. അപ്പോൾ കേരളത്തിന്റെ സ്ഥാനമാണ് പറഞ്ഞത്. എങ്ങനെയാ? ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലാണ് ഏത്? കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ? ഇടുക്കി ജില്ല അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ചോദിച്ചാൽ ഏതാ? ഇടുക്കി ജില്ലയാണ്. 38ാമത്തെ ചോദ്യം, നിശബ്ദ താഴ്വര സൈലന്റ് വാലി എന്നറിയപ്പെടുന്നത് ഏതാ? സൈലന്റ് വാലി. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നത് ഏതാ? സൈലന്റ് വാലി ആണ് അല്ലെ. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ് നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നത്. 39ാമത്തെ ചോദ്യം, കേരളത്തിലൂടെ ഒഴുകുന്ന ടോട്ടൽ എത്ര നദികളുണ്ട്? കേരളത്തിൽ മൊത്തം എത്ര നദികളുണ്ട്? 44 നദികളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേമ്പനാട്ട് കായലാണ്. ഇനി താഴെ പറയുന്ന ജില്ലകളിൽ വേമ്പനാട്ട് കായൽ ഒഴുകാത്ത ജില്ല ഏതാ? നമ്മൾ ഒഴുകുന്ന ജില്ലകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ ഉള്ളത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ജില്ലകളിൽ വേമ്പനാട്ട് കായൽ ഒഴുകാത്ത ജില്ല ഏതാണ്? ഏത് ജില്ലയാ? എറണാകുളത്ത് വേമ്പനാട്ട് കായലുണ്ട്, കോട്ടയത്തുണ്ട്, ആലപ്പുഴയിലുമുണ്ട്. കൊല്ലം ജില്ലയിൽ എന്തില്ല? വേമ്പനാട്ട് കായലില്ല. 42ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? തന്നിരിക്കുന്നതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, പമ്പയാണ് അല്ലെ. ബാക്കി കബനി, ഭവാനി, പാമ്പാറൊക്കെ എങ്ങോട്ടാ? കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. 43, ഉയരം കൂടിയ കുന്നുകളും മലകളും കാണപ്പെടുന്ന മേഖല ഏതാണ്? ഉയരം കൂടിയ കുന്നുകളും മലകളും കാണപ്പെടുന്ന മേഖല ഏതാ? ഓപ്ഷൻ ബി ആണ്, മലനാട്ടിലാണ്. 44ാമത്തെ ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഭൂപ്രദേശം ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 75 മീറ്ററിൽ കൂടുതലാണെങ്കിൽ ഏതാ? മലനാടാണ്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണെങ്കിൽ ഏതാ? ഇടനാടാണ്. 7.5 മീറ്റർ വരെയാണെങ്കിൽ അത് തീരപ്രദേശവുമാണ്. 45ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ശാസ്താംകോട്ടയാണ്. ഏത് ജില്ലയിലാ? കൊല്ലം ജില്ലയിലാണ്. 46, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാ? ഇവിടെ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പാലക്കാട്, വയനാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട. 5 ജില്ലകൾ കൊടുത്തിട്ടുണ്ട്. ഓർത്ത് വെക്കുക, ഈ 5 ജില്ലകൾക്കും എന്തില്ല? കടൽ തീരമില്ല. പഠിച്ചു വെക്കുക. പാലക്കാട്, വയനാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ഈ 5 ജില്ലകൾക്കും എന്തില്ല? കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നമ്മൾ പറഞ്ഞു ഇടുക്കിയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ? ആലപ്പുഴ ജില്ലയാണ് അല്ലെ. ഓപ്ഷൻ എ ആണ്, ആലപ്പുഴയാണ്. 48, കേരളത്തിലേക്ക് പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും പൂക്കളും ഇറക്കുമതി ചെയ്യുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിൽ പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും പൂക്കളും ഇറക്കുമതി ചെയ്യുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏതാ? തമിഴ്നാട്. ഓപ്ഷൻ ബി ആണ്, തമിഴ്നാടാണ്. 49, സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത് ഏതോ ഒന്നിന്റെ മറ്റൊരു പേരായിരുന്നു. എന്ത്? സഹ്യപർവ്വതം എന്ന് പറയും അല്ലെ. എന്തിന്റെ ആയിരുന്നു? പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരായിരുന്നു എന്ത്? സഹ്യപർവ്വതം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ വാർഷിക വർഷപാതം എത്രയാണ്? കേരളത്തിലെ വാർഷിക വർഷപാതം എത്രയാ? 300 സെന്റിമീറ്റർ ആട്ടോ. എത്രയാ? 300 സെന്റിമീറ്റർ ആണ്.
ഇനി 51ാമത്തെ ചോദ്യം, തമിഴ്നാട്ടിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ്? തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആകെ നദികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? തമിഴ്നാട്ടിൽ ടോട്ടൽ 14 നദികളാട്ടോ ഉള്ളത്. തമിഴ്നാട്ടിൽ എത്ര നദികളാണുള്ളത്? 14 നദികളാണുള്ളത്. ഇനി തീരപ്രദേശങ്ങളിലായിട്ട് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിള ഏതാണ്? തന്നിരിക്കുന്നതിൽ തീരപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിള ഏതാ? നെല്ലാണ് കേട്ടോ. തീരപ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിളയാണ് ഏത്? നെല്ലെന്ന് പറയുന്നത്. 53, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാ? എക്കൽ മണ്ണാണ്. ഓപ്ഷൻ എ ആണ്, എക്കൽ മണ്ണാണ്. 54ാമത്തെ ചോദ്യം, വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷിരീതി അറിയപ്പെടുന്ന ഏത് പേരിലാണ്? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷിരീതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫെർട്ടിഗേഷൻ ആട്ടോ. ഏതാ? ഓപ്ഷൻ ബി ആണ്, ഫെർട്ടിഗേഷൻ എന്നാണ്. 55ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? ജോൺ ജോസഫ് മർഫി ആണ് അല്ലെ. ജോൺ ജോസഫ് മർഫി ആണ്. 56ാമത്തെ ചോദ്യം, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാ? കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, എക്കൽ മണ്ണാണ്. 57, മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷിരീതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷിരീതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്, ഹൈഡ്രോപോണിക്സ് എന്നാട്ടോ. ഓപ്ഷൻ സി, ഹൈഡ്രോപോണിക്സ്. 58ാമത്തെ ചോദ്യം, ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളക്കും ഓരോ സമയത്തും ആവശ്യമായിട്ടുള്ള പരിചരണം കൃത്യമായിട്ട് നൽകുന്ന കൃഷിരീതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളക്കും ഓരോ സമയത്തും ആവശ്യമായിട്ടുള്ള പരിചരണം കൃത്യമായിട്ട് നൽകുന്ന കൃഷിരീതി ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഏതാ? കൃത്യതാ കൃഷി എന്നാണ്. ഓപ്ഷൻ എ, കൃത്യതാ കൃഷി. 59, കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാൻ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വളർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വളർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഹരിതഗൃഹ കൃഷി എന്നാണ്. ഏതാ? ഹരിതഗൃഹ കൃഷിയാണ്. 60ാമത്തെ ചോദ്യം, പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച കേരളത്തിലെ നവോത്ഥാന നായകനാരാണ്? പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു. 61ാമത്തെ ചോദ്യം, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം ഗുരു ഇങ്ങനെ ഉദ്ഘോഷിച്ചത് എവിടെ വെച്ചാണ്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് ഈ സമ്മേളനം ഗുരു ഇങ്ങനെ ഉദ്ഘോഷിച്ചത് എവിടെ വെച്ചാണ്? എവിടെയാ? ഓപ്ഷൻ ബി ആണ്, ആലുവ സർവമത സമ്മേളനത്തിൽ വെച്ചാണ് ഗുരു ഇങ്ങനെ പറഞ്ഞത്. 62ാമത്തെ ചോദ്യം, വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതാരാ? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. വൈകുണ്ഠ സ്വാമികളാണ്. 63, ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാ? കണ്ണൻമൂലയാട്ടോ. ഓപ്ഷൻ ബി, കണ്ണൻമൂലയാണ്. 64, ശ്രീനാരായണ ഗുരു ദീപ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു ദീപ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാ? ഓപ്ഷൻ ഡി ആണ്, കാരമുക്കിലാണ്. 65, ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാ? പന്മനയാണ് അല്ലെ. ഓപ്ഷൻ സി, പന്മനയാണ്. ഇനി 66ാമത്തെ ചോദ്യം, SNDP സ്ഥാപിതമായ വർഷം ഏതാണ്? SNDP സ്ഥാപിതമായ വർഷം. SNDP സ്ഥാപിക്കുന്നത് ആരാ? ശ്രീനാരായണ ഗുരുവാണ്. SNDP എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അല്ലെ. SNDP സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ ഏതാ? 1903 1903 SNDP സ്ഥാപിതമാകുന്നത്. 67ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാ? ചെമ്പഴന്തിയിലാട്ടോ. ഓപ്ഷൻ ഡി, ചെമ്പഴന്തിയിലാണ്. 68, ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടന്ന വർഷം ഏതാ? ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടന്ന വർഷം ഏതാ? 1893 ഓപ്ഷൻ സി ആണ്, 1893 വില്ലുവണ്ടി സമരം നടത്തിയത് ആരാ? അയ്യങ്കാളി അല്ലെ. ഇനി 69, അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന ആരാ? അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് ആരാ? ഓപ്ഷൻ ഡി ആണ്, അയ്യങ്കാളിയാണ്. 70ാമത്തെ ചോദ്യം, സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ സഹായിക്കുകയും വേണം എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാരാം?
സമ്പന്നർ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ സഹായിക്കുകയും വേണം എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. 71 ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം എന്ന് പറഞ്ഞതാരാം? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ സി ആണ്, ശ്രീനാരായണ ഗുരുവാണ്. 72ാമത്തെ ചോദ്യം, അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ്? അയ്യങ്കാളി ജനിച്ചത് എവിടെയാ? വെങ്ങാനൂർ അല്ലെ? ഓപ്ഷൻ സി ആണ്, വെങ്ങാനൂരിലാണ്. 73ാമത്തെ ചോദ്യം, ഗുരു അവസാനമായിട്ട് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാ? ഗുരു അവസാനമായിട്ട് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാ? ഓപ്ഷൻ ഡി ആണ്, കളവങ്കോട് ക്ഷേത്രമാണ്. 74ാമത്തെ ചോദ്യം, ഗുരു ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഏത് ക്ഷേത്രത്തിലാണ്? ഗുരു ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഏത് ക്ഷേത്രത്തിലാണ്? എവിടെയാ? ഓപ്ഷൻ ബി ആണ്, കളവങ്കോട് ക്ഷേത്രത്തിലാണ്. 75 മുസ്ലിം, അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി പത്രവും ആരംഭിച്ച വ്യക്തി ആരാണ്? മുസ്ലിം, അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി പത്രവും ആരംഭിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 76 മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രസ്താവിച്ചത് ആരാം? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രസ്താവിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഗുരുവാണ്. 77 മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. 78ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ ഗവൺമെന്റ് കണ്ടുകെട്ടിയ വർഷം ഏതാ? ഈ സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ച വ്യക്തി ആര് തന്നെയായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതെന്ത് ചെയ്തു? ദിവാനെതിരെ എഴുതിയത് കൊണ്ട് അതിനെ നിരോധിച്ചു. അതിങ്ങനെ കണ്ടുകെട്ടിയ വർഷം, തിരുവിതാംകൂർ ഗവൺമെന്റ് കണ്ടുകെട്ടിയ വർഷം ചോദിക്കാന്നുണ്ടെങ്കിൽ ഏതാ? 1910 1910 തിരുവിതാംകൂർ ഗവൺമെന്റ് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുന്നത്. 79 ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചതാരാം? ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരായിരുന്നു? വാഗ്ഭടാനന്ദനാണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ്, വാഗ്ഭടാനന്ദനാണ്. 80ാമത്തെ ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന സ്ഥാപിച്ചതാരാം? PRDS സ്ഥാപിച്ചതാരാ? പൊയ്കയിൽ കുമാരഗുരുദേവൻ, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ്, പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന കുമാരഗുരുദേവനാണ് PRDS സ്ഥാപിച്ചത്. ഓർത്തു നോക്കുക, PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 81 തോൽവിറക് സമരം നടന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥലം ഏതാ? തോൽവിറക് സമരം നടന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥലമാണേത്? ഓപ്ഷൻ എ ആണ്, ചീമേനിയാണ്. 82 മേച്ചിൽപുല്ല് സമരത്തിന് നേതൃത്വം നൽകിയതാരാ? മേച്ചിൽപുല്ല് സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കണ്ടകൈ കുഞ്ഞാക്കമ്മ അല്ലെ? ഓപ്ഷൻ സി ആണ്, കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ്. 83 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം ഏതാ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം ഏതാ? ഏത് വർഷ? സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ അതേ വർഷം തന്നെയാണ്, 1910. 84ാമത്തെ ചോദ്യം, ഋതുമതി എന്ന നാടകം ആരുടേതാണ്? ഋതുമതി എന്ന നാടകം ആരുടേതാ? ഓപ്ഷൻ സി ആണ്, പ്രേംജി അല്ലെ? പ്രേംജിയുടേതാണ് ഋതുമതി എന്ന നാടകം. 85ാമത്തെ ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. അപ്പോൾ ഓർത്തു നോക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ എ നാടകം, ഓപ്ഷൻ ബി കവിത, ഓപ്ഷൻ ബി നോവൽ എന്നൊക്കെ തരാം. എന്താ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത്? എന്താ? ഒരു നാടകമാണ്. അത് രചിച്ചത് ആരാ? VT ഭട്ടതിരിപ്പാടാണ്. 86ാമത്തെ ചോദ്യം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകൻ ആരാ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകൻ ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 87ാമത്തെ ചോദ്യം, മേച്ചിൽപുല്ല് സമരം നടന്ന കണ്ണൂരിലെ ഗ്രാമം ഏതാ? മേച്ചിൽപുല്ല് സമരം നടന്ന കണ്ണൂരിലെ ഗ്രാമം ഏതാ? കണ്ടകൈ അല്ലെ? കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ് ഇതിന് നേതൃത്വം നൽകിയത്. 88ാമത്തെ ചോദ്യം, ഓർമ്മക്കുറിപ്പ് എന്നത് ആരുടെ കൃതിയാണ്? ഓർമ്മക്കുറിപ്പ് ആരുടെ കൃതിയാണ്? ഓർമ്മക്കുറിപ്പ് ബഷീറിന്റെ. ഓപ്ഷൻ ബി ബഷീറിന്റെ കൃതിയാണ് ഇത് ഓർമ്മക്കുറിപ്പ്. 89ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസികകൾ ഏതൊക്കെയാണ്?
തന്നിരിക്കുന്നതിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസികകൾ നമ്മൾ തൊട്ടു മുൻപ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു അല്ലേ. മുസ്ലിമും അൽ ഇസ്ലാമും ആരുടെ തന്നെയാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസികകളാണ്. ഇനി 90ാമത്തെ ചോദ്യം, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. ഇത് ആരുടെ വരികളാണ്? തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് ആരുടെ വാക്കുകളായിരുന്നു? ഓപ്ഷൻ ബി, കുമാരനാശാൻ എഴുതിയതാട്ടോ. കുമാരനാശാൻ എഴുതിയതാണ്. 91ാമത്തെ ചോദ്യം, തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ച കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാരാണ്? തന്നിരിക്കുന്നതിൽ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ച കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത്? വൈകുണ്ഠ സ്വാമികളാണ്. ആരാ? വൈകുണ്ഠ സ്വാമികൾ. 92, ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നതിനാൽ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതാരാം? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരായിരുന്നു? സ്വാമി വിവേകാനന്ദൻ അല്ലെ. ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദനാണ്. 93ാമത്തെ ചോദ്യം, സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരാം? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികളാണ്. 94, വൈകുണ്ഠ സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? വൈകുണ്ഠ സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാ? ശാസ്താംകോവിലാട്ടോ. ഓപ്ഷൻ സി, ശാസ്താംകോവിലാണ്. 95, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. ഇത് ആരുടെ വാക്കാം? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. ഇത് ആരുടെ വാക്കാം? ഓപ്ഷൻ എ ആണ്, അയ്യങ്കാളി കേട്ടോ. അയ്യങ്കാളിയുടെ വാക്കായിരുന്നു. 96, ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാരാം? ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ചോദിച്ചാൽ ആരാ? വൈകുണ്ഠ സ്വാമികളാണ്. ഓപ്ഷൻ സി, വൈകുണ്ഠ സ്വാമികളാണ്. 97ാമത്തെ ചോദ്യം, സമപന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാം? സമപന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? വൈകുണ്ഠ സ്വാമികളാണ്. 98, കുമാരഗുരുദേവൻ ജനിച്ചത് എവിടെയാണ്? കുമാരഗുരുദേവൻ ജനിച്ചത് എവിടെയാണ്? കുമാരഗുരുദേവൻ ജനിച്ചത് ഇരവിപേരൂർ അല്ലെ. ഓപ്ഷൻ എ ആണ്, ഇരവിപേരൂർ അല്ലെ. കുമാരഗുരുദേവൻ ജനിച്ചത് എവിടെയാ? ഇരവിപേരൂരിലാണ്. ഈ 100ാമത്തെ ചോദ്യം, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാരാ? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാരായിരുന്നു? ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ ഡി, ചട്ടമ്പി സ്വാമികളാണ്. 100ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചതാരാ? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചതാരാ? വൈകുണ്ഠ സ്വാമികളാണ്. 101ാമത്തെ ചോദ്യം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ ആരുടെ കൃതികളാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ ആരുടെ കൃതികളാണ്? ആരതാ? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ഓപ്ഷൻ സി, ചട്ടമ്പി സ്വാമികളാണ്. 102ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താ? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം, ദ റിയൽ നെയിം ഓഫ് ചട്ടമ്പി സ്വാമി എന്താ? അയ്യപ്പനാട്ടോ. ഓപ്ഷൻ സി, അയ്യപ്പൻ എന്നാണ്. 103ാമത്തെ ചോദ്യം, ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയതാരാ? ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയതാരാ? ശ്രീനാരായണ ഗുരുവാണ്. 104ാമത്തെ ചോദ്യം, ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതായിരുന്നു? ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതായിരുന്നു? കൊച്ചിയും തിരുവിതാംകൂറും ആട്ടോ. എവിടെയാ? കൊച്ചിയിലും തിരുവിതാംകൂറും. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ചോദിച്ചാൽ ഏതാ? കൊച്ചിയും തിരുവിതാംകൂറുമാണ്. ഇനി 105ാമത്തെ ചോദ്യം, ദൈവദശകം, ദർശനമാല, ആത്മോപദേശ ശതകം എന്നിവ ആരുടെ കൃതികളാണ്? ദൈവദശകം, ദർശനമാല, ആത്മോപദേശ ശതകം എന്നിവ ആരുടെ കൃതികളാണ്? ഓപ്ഷൻ സി, ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. 106ാമത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാം? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാ? ഓപ്ഷൻ എ, അയ്യങ്കാളിയാണ്. 107, അയ്യങ്കാളി അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് വിദ്യാലയം ആരംഭിച്ച വർഷം ഏതാ? അയ്യങ്കാളി അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് വിദ്യാലയം സ്ഥാപിച്ച വർഷം ഏതാ? 1904 1904
108 സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാം? സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 109 ചോദ്യം, എന്റെ പത്രാധിപനെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് അഭിപ്രായപ്പെട്ടതാരാ? എന്റെ പത്രാധിപനെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 110 ചോദ്യം, വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് എവിടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് എവിടെയാ? ഓപ്ഷൻ ഡി, കൊടുങ്ങല്ലൂരിൽ അല്ലെ? എവിടെയാ? കൊടുങ്ങല്ലൂരിലാണ്. 111 ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നതാരാ? മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്ന വ്യക്തിയായിരുന്നു ആര്? വാഗ്ഭടാനന്ദൻ അല്ലെ? ആരാ? വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ ഓർത്തു വെക്കുക, വാഗ്ഭടാനന്ദൻ എവിടെയാ നേതൃത്വം നൽകിയത്? മലബാറിലാന്നുള്ള കാര്യം ഓർത്തു വെക്കാം.